വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക്. 10ാം ക്ലാസ് ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ എ സർക്യൂട്ടാണ് ലാസ്റ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത ക്ലാസ്. അപ്പോൾ അതിനകത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യണം, വേണം എന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യണം, അടുത്ത ഫിസിക്സ് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ കുറേ പേര് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ക്ലാസ് ഇടുന്നത്. അപ്പോൾ മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ക്രിയകൾ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഇച്ചിരി കൂടെ സിമ്പിളായിട്ട് പറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലാണ്ടും ഇതിലേ എളുപ്പം ഒരുപാട് മെത്തേഡ്സ് കാണാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നിയത്, മനസ്സിലായതൊക്കെ എന്ത് ചെയ്യുക, ക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. പഠിക്കാത്തവർ തൊട്ട് മുന്നേ ഉള്ള ക്ലാസ്സൊക്കെ ദയവ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എൻ്റെ ഒരു ചാനലിൽ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സ്റ്റാൻഡേർഡ് 10 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഉള്ളത്. അത് മെയിനായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിസ്റ്ററിയും ജോഗ്രഫിയും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഒരുപാട് പേര് ഇത് കമൻറ്റ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻസാണ് ആദ്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് വേണം എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 4 ohm and 2 ohm are connected in series and 6 volt potential difference is applied? മക്കളെ, ക്വസ്റ്റ്യൻ അതുപോലെ ഒരു കാര്യം. അപ്പോൾ ചിലർ പറയും ഇക്വേഷൻസ് ഒക്കെ ഞാൻ ബൈ ഹാർട്ട് ചെയ്തു, പക്ഷേ എനിക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയില്ല. അങ്ങനെ 1-2 മക്കൾ അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 1-2 പ്രാവശ്യം നിങ്ങൾ വായിക്കുക. എന്നിട്ട് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. പിന്നീട് നിങ്ങൾക്ക് അതൊന്ന് ക്രിയ ചെയ്യാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കങ്ങ് വന്നോളും കേട്ടോ, അതിൻ്റെ ആൻസർ ചെയ്യേണ്ട രീതിയൊക്കെ. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറണ്ട്? ഇവിടെ കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇഫ് 4 ohm and 2 ohm are connected in series, 4 ഓമും 4 ഓമും 2 ohm റെസിസ്റ്റേഴ്സിനെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് 6 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്. 6 വോൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്താ കണ്ടുപിടിക്കേണ്ട? കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന 2 റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂവും ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ ഞാൻ R1 എന്നും R2 എന്നും എടുത്താൽ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ R1 എന്നുള്ളത് 4 ohm ആണ്, R2 എന്ന് പറയുന്നത് 2 ohm ആണ്. കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജ് തന്നിട്ടുണ്ട്. 2 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 2 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ സീരീസ് ആയിട്ട് മക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? R = 2 റെസിസ്റ്റേഴ്സ് സീരീസ് ആകുമ്പോൾ അത് രണ്ടും കൂടെ അങ്ങ് സിംപ്ലി ആഡ് ചെയ്താൽ മതി. അപ്പോൾ R = R1/R2 ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, വോൾട്ടേജ് തന്നിട്ടുണ്ട്. 2 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. I = V/R ആണ്. ഓംസ് ലോ വെച്ചിട്ട് നമുക്കറിയാം V = IR ആണെങ്കിൽ I = V/R ആണ്. എങ്കിൽ R നമ്മൾ കണ്ടുപിടിക്കണം. കാരണം 2 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, 4 ഓമും 2 ഓമും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 6 ohm എന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാം. എങ്കിൽ എന്ത് ചെയ്താൽ മതി? കറണ്ട് I = V/R. ഇവിടെ V എത്ര മക്കളെ? 6 വോൾട്ട് അല്ലേ. അപ്പോൾ I എന്ന് പറയുന്നത് 6/6. എത്ര കിട്ടും? R-നെ R കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ആൻസർ വരുന്നത്? 1 എന്നാണ്. ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്താൽ എത്ര ആൻസർ? 1 ആണ്. അപ്പോൾ ഇവിടെ വെറുതെ 1 എന്ന് ഇട്ടാൽ പറ്റത്തില്ല. 1 എന്ന് പറയുന്നത് എന്തുവാ? അതിൻ്റെ യൂണിറ്റ് മസ്റ്റാണ്. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. അപ്പോൾ I = 1 ആംപിയർ. ക്യാപിറ്റൽ ലെറ്റർ A ആണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അത് തീർച്ചയായിട്ടും എഴുതാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1+R2 ആണ്. പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R = 1/R1+1/R2. അപ്പോൾ ഞാൻ പറഞ്ഞു 1/R ആണ്, റെസിപ്രോക്കലാണ് തരുന്നത്. അപ്പോൾ നമുക്ക് R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് R1R2 / R1+R2 എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കാം. 1/R1+1/R2 2 ഫ്രാക്ഷൻസ് ആണ്. ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. എന്തുവായാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾ R = R1R2 / R1+R2 എന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ R = R1+R2 ആണ് എങ്കിൽ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ R = R1R2 / R1+R2 ആണ്. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ടെക്സ്റ്റിലെ തന്നെ പ്രോബ്ലം ആണ്. വാട്ട് ഈസ് ദ കറണ്ട്? ഇവിടെ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇഫ് 12 ohm and 4 ohm resistors are connected in parallel and 12 volt potential difference is applied. കണ്ടോ ക്വസ്റ്റ്യൻ എന്താണ്? കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 12 ohm റെസിസ്റ്ററും അതുപോലെ തന്നെ 4 ohm റെസിസ്റ്റേഴ്സിനെയും പാരലായിട്ട് കണക്ട് ചെയ്യുകയും അതിന് അക്രോസ് ആയിട്ട് 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടെ വായിച്ചേട്ടെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 12 ohm and 4 ohm resistors are connected in parallel and 12 volt potential difference is applied. മക്കളെ കണ്ടുപിടിക്കേണ്ട കറണ്ടാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ പാരാമീറ്റേഴ്സ് എടുത്ത് എഴുതണം? V = 12 വോൾട്ട്. ദെൻ 2 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അവന്മാർ എന്ത് ചെയ്യുക? പാരലായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പോലെ തന്നെ R1 എന്നും R2 എന്നൊക്കെ എടുക്കുക. ഞാനങ്ങ് എടുക്കുവാണ്. നിങ്ങൾക്ക് വേറെ വല്ലതൊക്കെ നമ്പർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇട്ടാലും ഒരു കുഴപ്പമില്ല. R1 = 12 ohm ആണ്. R2 = 4 ohm ആണ്. എങ്കിൽ നമുക്കറിയാം, തൊട്ട് മുന്നേ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, 2 റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? R = R1R2 / R1 + R2 അല്ലേ? ഇക്വേഷനകത്തോട്ട് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. R1 എന്നുള്ളത് 12 ആണ്, R2 എന്നുള്ളത് 4 ആണ്. അപ്പോൾ 12 × 4 / 12 + 4. മനസ്സിലായോ? R1R2 / R1 + R2വിനകത്ത് R1ൻ്റെയും R2വിൻ്റെയും വില അങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടോ? 12 × R1R2 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും കൂടെ ഗുണിച്ചിട്ടുണ്ട്, അതൊക്കെ അറിയാവേ. 12 × 4 / 12 + 4 ആണ്. മക്കളെ 12 × 4 ഞാൻ അതുപോലെ തന്നെ എഴുതുകയാണ്. എന്നിട്ട് 12 4 ആഡ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. 12 + 4 16 ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? തൊട്ടടുത്ത സ്റ്റെപ്പിൽ ക്യാൻസൽ ചെയ്തേക്കുക. 4ഉം 16ഉം കൂടി ഞാൻ വെട്ടി ക്രിയേറ്റ് ചെയ്തേക്കുക. അതാണ് കൂടുതൽ എളുപ്പം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ചെയ്യുക. 4ഉം 16ഉം ഏതിൻ്റെ ടേബിളിലുണ്ട്? 4ൻ്റെ ടേബിളിലുണ്ട്. 4 1s are 4, 4 4s are 16. അപ്പോൾ ഞാൻ 4നെ അവിടെ 1 ആണ് വരുന്നതുകൊണ്ട് ഞാൻ അവിടെ എഴുതിയിട്ടില്ല. 16 4 ടൈംസ്, അതുകൊണ്ട് അവിടെ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ 4 എന്ന് എഴുതി. ലാസ്റ്റ് വരുന്നത് 12 / 4 ആണ്. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 3 ohm ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 2 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണോ? അല്ല. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ കറണ്ട്? കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 12ഉം 4ഉം കൂടി പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 ohm ആണെന്ന് നമുക്കറിയാം. എങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ I = V/R ആണ്. ഇവിടെ 12 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത്. ദെയർഫോർ ഇക്വേഷനകത്ത് നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ V/Rനകത്ത് 12 / 3. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇവിടെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 4 ആംപിയർ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഇതും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കട്ടെ. നമുക്കെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ സ്പീഡ് കൂടുതലാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ പ്ലേ ബാക്ക് സ്പീഡ് കുറച്ച് വെക്കുക കേട്ടോ. അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ അറിയാമല്ലോ. റൈറ്റ് സൈഡിൻ്റെ മുകളിൽ 3 ഡോട്ട് ഉണ്ട്. അതേ പിടിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് പിക്സലും ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് കൂട്ടി വെക്കേണ്ടവർക്ക് കൂട്ടി വെക്കാം. അതുപോലെ പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടേണ്ടവർക്ക് കൂട്ടാം, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. കണ്ടോ? ഇഫ് റെസിസ്റ്റേഴ്സ് ഓഫ് ദ സെയിം വാല്യൂ ആർ കണക്റ്റഡ് ഇൻ പാരലൽ then effective resistance R is equal to small r/n. എന്തുപോലെ മനസ്സിലായോ? അതായത് ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സിനെ, ഫോർ എക്സാമ്പിൾ 2 ohm എങ്കിൽ 2 ohm എല്ലാം 2 ohm ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സിനെ പാരലലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനെ എത്ര എണ്ണം ഉണ്ടോ, റെസിസ്റ്റേഴ്സ് മൊത്തം എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതിയെന്ന്. ഫോർ എക്സാമ്പിൾ 2 ohm റെസിസ്റ്റേഴ്സ് ഞാനൊരു 50 എണ്ണം അങ്ങ് കണക്ട് ചെയ്തെന്ന് വിചാരിച്ചോ. ശ്രദ്ധിക്കണം, 2 ohm റെസിസ്റ്റേഴ്സ് മൊത്തം ഞാൻ 50 എണ്ണം 50 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ അപ്പോൾ 50 എണ്ണത്തിൻ്റെയൊക്കെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? 2 3 4 ഒക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ 50 എണ്ണമാണ് ഒരേ വാല്യൂ ഉള്ളത് കണക്ട് ചെയ്യുന്നത് എങ്കിൽ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ 2 ആണല്ലോ. എങ്കിൽ അത് എത്ര എണ്ണം ഉണ്ട്? 50. അപ്പം 2 / 50 എടുത്താൽ മതി, നമുക്കതിൻ്റെ ആൻസർ കിട്ടും എന്നാണ് പറയുന്നത്. മനസ്സിലായോ?
if resistors of the same value are connected in parallel ആകുമ്പോഴുള്ള കാര്യമാണ് മക്കളെ പറയുന്നത്, അത് ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ മനസ്സിലായ, പാരലായിട്ട് ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് ഒരുപാടെണ്ണം കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂവിനെ എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ഇതേ കണ്ടീഷൻ ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂവിനെ എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. സീരീസ് ആയിട്ട് നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും വാല്യൂ കൂടുക. ഇപ്പം മുമ്പേ പറഞ്ഞ കാര്യം തന്നെ എടുത്താട്ടെ, 2 ഓം റെസിസ്റ്റേഴ്സ് 50 എണ്ണം ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? 2+2+, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമല്ലോ മക്കളെ. അപ്പോൾ 2+2+2+ അങ്ങനെ 50 എണ്ണം നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് പോകണം. ഒരേ സാധനം 50 എണ്ണം ആഡ് ചെയ്യുന്നതിന് പകരമാണ് കുഞ്ഞു ക്ലാസ്സിൽ നമുക്കറിയാം എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 2 × 50. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി വായിക്കാം. If resistors of same value are connected in parallel, then effective resistance R is equal to R by N. Parallel ആകുമ്പോൾ കണ്ടീഷനാണ് R by N. സീരീസ് കണക്ഷൻ ഞാൻ തൊട്ടിപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു സ്മോൾ r ഇൻറ്റു N. N എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ട്? സ്മോൾ r എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണ് കേട്ടോ. ക്യാപിറ്റൽ R എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. തൊട്ട് മുന്നേ ഉള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും ഞാൻ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഉറയ്ക്കാത്തവർക്ക് ഒന്നുകൂടെ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടെക്സ്റ്റിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ കേട്ടോ മക്കളെ. 10 resistors of 2 ohm each are connected in parallel. കണ്ടോ, 10 റെസിസ്റ്റേഴ്സ്, ഓരോ റെസിസ്റ്ററും ഈച്ച് റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ 2 ohm ആണ്. അതാ പറഞ്ഞിട്ടുള്ളത് 10 resistors of 2 ohm ഈച്ച്, ഓരോന്നും 2 ohm ആണ്. അതിനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ കാൽക്കുലേറ്റഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. എങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ എടുക്കുക, എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു സ്മോൾ r ഡിവൈഡഡ് ബൈ N. മക്കളെ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 10 റെസിസ്റ്റേഴ്സ് അല്ലേ? ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ 2 ohm ആണ്. ഓമിൻ്റെ റെസിസ്റ്ററിൻ്റെ യൂണിറ്റ് ആണ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം എന്നുള്ളത് കേട്ടോ. അപ്പോൾ R by N. അപ്പോൾ എങ്ങനെ കിട്ടുന്നത്? 2/10 എന്ന് കിട്ടും. അപ്പോൾ 10നെയും 2നെയും കൂടെ നമുക്ക്, രണ്ടും ഈവൻ നമ്പേഴ്സാണ്, അതുകൊണ്ട് 2ൻ്റെ മൾട്ടിപ്പിളാണ്. എങ്കിൽ എന്ത് ചെയ്യാം? 2/10. 2 1s are 2, 2 5s are 10. therefore 1/5 ohm എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 2/10. ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഒരു ഡിജിറ്റ് റൈറ്റിൽ നിന്ന് മാറ്റി ഒരു പോയിൻ്റ് അങ്ങിട്ട് കൊടുത്താൽ മതി. അതാണ് ഞാൻ ഓർ ഇട്ടിട്ട് തൊട്ട് താഴെ ചെയ്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ R ഈസ് ഈക്വൽ ടു R by N 2/10 ആണ്. 10 കൊണ്ട് ഹരിക്കുന്നതിന് എന്ത് ചെയ്യണം? ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ 2ൻ്റെ തൊട്ടിപ്പുറത്തൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ആൻസർ എത്ര എന്ന് വരും? 0.2 എന്ന് വരും. 1/5 എന്ന് പറയുന്നതും 0.2 ആണ് കേട്ടോ. മനസ്സിലായോ? ഇനിയും ഇതേ സാധനം, ഇതേ ക്വസ്റ്റ്യൻ സീരീസ് ആയിട്ടായിരുന്നെങ്കിലോ? ഇവിടെ ഇപ്പോൾ 2 ohm ഉള്ള 10 എണ്ണം പാരലായപ്പോൾ 2/10 ആണ്. സീരീസ് ആകുമ്പോൾ എങ്ങനെ മക്കളെ? മൾട്ടിപ്ലൈ ചെയ്യുമല്ലയോ? 2 × 10 അല്ലേ? 2 × 10 എത്രയാണ്? 20. 10 കൊണ്ട് ഒരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എന്ത് ചെയ്താൽ മതി? ആ നമ്പർ അതുപോലെ തന്നെ എഴുതിയിട്ട് ഒരു 0 അങ്ങ് ഇട്ട് കൊടുത്താൽ 1 × 2 2 ആണ്, ഒരു 0 അങ്ങ് ഇട്ട് കൊടുത്ത് 20 ohm എന്ന് കിട്ടി. മനസ്സിലായോ? ഇതും മനസ്സിലായെന്ന് വിചാരിക്കുക. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഓൾറെഡി പഠിച്ചോ? അല്ല, പോസിറ്റീവായിട്ട് എടുക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങളിതൊക്കെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കാനാണ്. അപ്പോൾ എന്തായാലും പഠിച്ചെന്ന് വിചാരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം 2 റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് സീരീസും പാരലലും ഒക്കെയാണ്. അപ്പോൾ ടെക്സ്റ്റിൽ ലെറ്റേഴ്സ് ആസസിനകത്തൊരു ക്വസ്റ്റ്യൻ കണ്ടു 3 റെസിസ്റ്റേഴ്സ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഒരു വഴിക്ക് പോവില്ല, ആ ഒരു ക്വസ്റ്റ്യനും കൂടെ എന്തായാലും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും അത് ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മളിങ്ങനെ ഇതും ഡയറക്റ്റ് ആണ്, എങ്കിലും ഇച്ചിരിയും കൂടിയൊക്കെ ഒരു ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. 3 resistors of 2 ohm, 3 ohm and 6 ohm are given in the class. നിങ്ങൾക്ക് 3 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ. എത്രയ്ക്കാണ്? 2 ohm, 3 ohm, 6 ohm. എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the highest resistance that you can get using all of them? 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ 3 റെസിസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. എത്ര എണ്ണം തന്നാലും ഹയസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ അത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റൂ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ 3 റെസിസ്റ്റൻസ് നമുക്ക് വാല്യൂ R1, R2, R3 ഞാൻ എഴുതിയിട്ടുണ്ട്. എങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി മക്കളെ?
മൂന്നും കൂടി അങ്ങ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക അല്ലേ. R1 + R2 + R3 ആണ് 2 3 6, 3 2 5 6 11 ഓം എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഹയസ്റ്റ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, സീരീസ് ആയിട്ട് എത്ര കിട്ടുമോ അതങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അടുത്ത ബി ക്വസ്റ്റ്യൻ. അപ്പോൾ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് കണക്ഷൻ എന്ന് ഞാൻ എഴുതിയിട്ട് ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് യൂസിങ് ഓൾ ഓഫ് ദം? മൂന്നെണ്ണം ഉപയോഗിച്ച് കിട്ടുന്ന ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയാണ്? അപ്പോൾ എന്ത് ചെയ്യണം, മൂന്നെണ്ണം കൂടി പാരലായിട്ട് അങ്ങ് കണക്ട് ചെയ്യണം. അപ്പം 3 റെസിസ്റ്റേഴ്സ് വന്നിട്ട് ലീസ്റ്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 3 റെസിസ്റ്റേഴ്സും കൂടി പാരലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം പാരലൽ കണക്ഷനകത്ത് 2 റെസിസ്റ്റൻസ് ആണെങ്കിൽ 1/R1 + 1/R2 ആണ്. അപ്പോൾ 3 എണ്ണം വരുമ്പോൾ 1/R1 + 1/R2 + 1/R3 ആണ്. ഓരോന്നിൻ്റെ വാല്യൂ ഒന്നിട്ട് കൊടുത്താട്ടെ, 1/2 + 1/3 + 1/6 എന്ന് കിട്ടും. മക്കളെ ഇത് 3 ഫ്രാക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് എങ്കിലും ഞാൻ ചുമ്മാ ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ 3 എണ്ണം തരുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 2 എണ്ണം കൂടി എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. ഇത് ഞാൻ ഈസി ആയിട്ട് വേറെ മെത്തേഡ്സ് ഉണ്ട്, LCM എടുത്തിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ആർക്കെങ്കിലും നിങ്ങൾക്ക് LCM എടുത്ത് ചെയ്യാൻ അറിയാവുന്നവർ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാം. ഞാൻ പിന്നെ ആർക്കെങ്കിലും തീരെ മനസ്സിലാവാത്തവർ ഇതുവരെ അറിയാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1/2 + 1/3 നിങ്ങൾക്കറിയാം ഭിന്നസംഖ്യയാണ്, ഫ്രാക്ഷനാണ്. രണ്ടും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ 1/3 ആദ്യം 1ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആണ്. ദെൻ 1ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. നടുക്കത്തെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു. ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് ഇടാം. ഞാൻ ഭിന്നസംഖ്യയുടെ കാര്യമാണ് പറയുന്നത്, ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ 1 × 3 3 + 1 × 2 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 6 ആണ്. മനസ്സിലായോ? 1 × 3 3 + 1 × 2 2 എഴുതി, ഡിവൈഡഡ് ബൈ 2 × 3 എത്ര മക്കളെ, 6. ആദ്യത്തെ 2 എണ്ണം കൂടെ ക്രിയ ഞാൻ ചെയ്തു. പ്ലസ് മൂന്നാമത്തെ 1/6 അതുപോലെ തന്നെ കിടക്കുവാണേ. ഡൗട്ടൊന്നും ഇല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. 3 + 2 5 ഡിവൈഡഡ് ബൈ 6 + 1/6 ആണ്. ഇതും 2 ഫ്രാക്ഷൻസ് ആണ്. പക്ഷേ ഇവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ആ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക. ഫ്രാക്ഷൻസ് ശ്രദ്ധിക്കണം മക്കൾ, ഇതൊക്കെ അറിയാവുന്നവർക്ക് ഇതൊക്കെ ബോറായിട്ട് തോന്നും, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പം ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക, അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 6 ആണ്, അതുകൊണ്ട് 6 ഞാൻ അതുപോലെ തന്നെ എഴുതി. ന്യൂമറേറ്റേഴ്സ് 5ഉം 1ഉം ആണ്, അത് ഈസി ആയിട്ട് 5 + 1 6 6/6. ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരുന്നത്, 1 ആണ്. അപ്പോൾ 1 ഓം ആണ് ഇവിടുത്തെ ആൻസർ. 2 ഓം 3 ഓം 6 ഓമിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്, 1 ഓം. മനസ്സിലായോ? എങ്കിൽ ഇവിടെ ഞാൻ 2 കുഞ്ഞ് ഇക്വേഷൻസ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഞാൻ വീണ്ടും ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 6ലോ 7ലോ അങ്ങോട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. CBSEയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അതിന് മുന്നേ പഠിക്കും. ഐ തിങ്ക് 4th സ്റ്റാൻഡേർഡിലെങ്ങാണ്ട് ഇത് പഠിക്കാനുണ്ട്, 4th 5th അങ്ങാണ്ടൊക്കെ ഉണ്ട് ഇത്. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ എന്താ 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാണ്. A/B + C/D ഫോമിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. A × D AD + B × C BC ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ബിയും ഡിയും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, BD കേട്ടോ. അപ്പോൾ A/B + C/D = AD + BC ഡിവൈഡഡ് ബൈ BD എന്നാണ്. ഇനിയും 2 ഫ്രാക്ഷൻസ്, രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഛേദം, അംശവും ഛേദം എന്നാണ് പറയുന്നത്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ് എങ്കിൽ ആ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക. ഇപ്പോൾ കണ്ടോ, A/B + C/B, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ B ആയതുകൊണ്ട് B അതുപോലെ തന്നെ എടുത്തെഴുതുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ അങ്ങ് ആഡ് ചെയ്താൽ മതി. A + C എന്താണോ അതങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇത് പ്ലസ് ചെയ്യുന്ന കേസിലാണെങ്കിലും മൈനസ് ചെയ്യാനും ഇതിങ്ങനെ തന്നെയാണ്. പ്ലസ് എന്നുള്ളത് മാറി മൈനസ് ആകുമെന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. എങ്കിൽ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ തന്ന റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു മക്കളെ, 2 ഓം 3 ഓം 6 ഓം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ തേർഡ് പാർട്ടാണ്. ക്യാൻ യു മേക്ക് എ റെസിസ്റ്റൻസ് 4.5 ഓം യൂസിങ് ദീസ് 3? ഡ്രോ ദിസ് സർക്യൂട്ട്. ഈ 3 റെസിസ്റ്റേഴ്സ് ഏതാ, 2 ഓമും 3 ഓമും 6 ഓമും ഉപയോഗിച്ചുകൊണ്ട് 4.5 ഓം നിങ്ങൾക്ക് കിട്ടുമോ എങ്കിൽ അതിൻ്റെ സർക്യൂട്ട് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്.
അപ്പോൾ നമുക്ക് 2ഉം 3ഉം 6ഉം തന്നിട്ടുള്ളത്. അപ്പം ഞാൻ അസ്യൂം ചെയ്യുവാണ്. ഇപ്പം 2ഉം 3ഉം 6ഉം അപ്പം 4.5 ഓമാണ് നമുക്ക് വേണ്ടത്. 4.5 ഓമാണ് വേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു 2ഉം 3ഉം 6ഉം അല്ലേ, 4.5-കകത്ത് 3 ഓം ഉണ്ട്. അപ്പോൾ ആ 3 എടുത്ത് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള 2ഉം 6ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ 2ഉം 6 8 വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടത്തില്ല. അപ്പം ഞാൻ എന്തായാലും ആ 2വിനെയും 6നെയും കൂടെ ഞാൻ പാരലായിട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോൾ 1.5 കിട്ടുമെന്ന് നോക്കുക. ശ്രദ്ധിക്കണം, നമുക്ക് 4.5 വേണം. ഓൾറെഡി 3 ഉണ്ട്. ബാക്കിയുള്ള 2ഉം 6ഉം കൂടെ 1.5 കിട്ടുവാണെങ്കിൽ 3 എടുത്ത് വെച്ചിട്ട് 2ഉം 6ഉം കൂടെ പാരലായിട്ട് അങ്ങ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ പോവാം. 2വിനെയും 6നെയും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമോ, 1.5 കിട്ടുമോ നോക്കുക. 2വിനെയും 6നെയും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് പറയുമ്പോൾ 1/2 പ്ലസ് 1/6 ഇല്ലേ വേണ്ടേ. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 6 കിട്ടാൻ വേണ്ടി R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ചെയ്താൽ മതി. ഇവിടെ 2ഉം 6ഉം ആണ്. അപ്പോൾ R ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. മനസ്സിലായോ? R1 R2, R1 2 ആണ്, R2 6 ആണ്. 2 × 6 12 ഡിവൈഡഡ് ബൈ 2 + 6 8 എന്ന് വരും. മനസ്സിലായോ മക്കളെ? ഓ സിമ്പിളാന്നേ. 2 ഓമും 6 ഓമും കൂടെ പാരലായിട്ട് എന്ത് കിട്ടും എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ R ഈസ് ഈക്വൽ 12/8 എന്ന് കിട്ടും. ഇനി 12നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാമോ? 12നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം. 12നകത്ത് 8 1s are 8, 8 2s are 16 ആണ്. അപ്പോൾ അതുവരെ ഒന്നും പോകണ്ട. 8 1s are 8 എഴുതുക. 12ൽ നിന്നിട്ട് 8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പോൾ 4നകത്ത് നമുക്കുണ്ടോ 8 ഉണ്ടോ? ഇല്ല. പിന്നീട് അവിടെ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. പോയിന്റ് ഇട്ടതിന് ശേഷം ഒരു 0 നമുക്കിടാം. അപ്പോൾ 40ക്കകത്ത് 8 5 ടൈംസ്. അപ്പോൾ 8 5s are 40. നമുക്ക് എത്ര കിട്ടും? 1.5 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെ വന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്യണം. 3 റെസിസ്റ്റേഴ്സ് തന്നിട്ട് അവർ പറയുന്ന വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ 3 തന്നപ്പോൾ ഞാൻ 3 എടുത്ത് വെച്ചു. ബാക്കി 2 കൂടെ പാരലായിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അതങ്ങ് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അതാണ്. അപ്പോൾ ഇവിടെ എന്തായാലും എനിക്ക് 2ഉം 6ഉം കൂടെ 1.5 കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സർക്യൂട്ട് എങ്ങനെ വരും? കണ്ടോ? ആദ്യം 3 ഓം അതുപോലെ തന്നെ വരച്ചു. ബാക്കിയുള്ള 2 ഓമും 6 ഓമും കൂടി പാരലായിട്ട് ഞാനങ്ങ് കണക്ട് ചെയ്തു. കണ്ടോ? 3ഉം 2ഉം 6ഉം കൂടെ പാരലായിട്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം എത്ര എന്ന് കിട്ടും? 4.5 ഓം എന്ന് ഈസി ആയിട്ട് കിട്ടും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് R1 R2 R3 എടുത്ത് എഴുതി വെച്ചു. 4.5 കിട്ടുമെന്ന് നോക്കി, കിട്ടുകയും ചെയ്തു. സർക്യൂട്ടും വരച്ചു. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനിയും ഈ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യനൂടെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു ക്വസ്റ്റ്യനോട് ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. നിങ്ങൾ എന്തായാലും ഞാനത് ഡിസ്കസ് ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് ഒരു ക്വസ്റ്റ്യനൂടെ നോക്കിയിട്ട് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. How many resistors of 176 ohm should be connected in parallel to get 5 ampere current from 220 volt supply? അപ്പോൾ നിങ്ങൾക്ക് ABCD എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം മെത്തേഡ്സ് ഒരുപാട് കാണാം. നിങ്ങൾക്ക് ഇത് ഏതാണോ സ്യൂട്ടബിൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക കേട്ടോ, ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചേ മക്കളെ. ഹൗ മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 176 ohm should be connected in parallel to get 5 ampere current from 220 volt supply? ഇപ്പോഴും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഇനി ഇതൊന്നും മനസ്സിലാവാതിരിപ്പം വിചാരിക്കുക, എൻ്റെ ദൈവമേ ക്ലാസ് ഓപ്പൺ ചെയ്ത് വെച്ചപ്പോൾ മുതൽ എന്തോന്നാ ഈ ചേച്ചി പറയുന്നത്, ചിലർക്ക് എന്തോന്നാ ഈ പെണ്ണുപിള്ള പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇവരൊക്കെ എന്തൊരു സ്പീഡായി ഇവർ പറയുന്നത്, മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരുപാട് ചിന്തയുള്ളവരൊക്കെ കാണും. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെ വേണം. ഫിസിക്സൊക്കെ അല്ലേ, നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ ആയി, ഇനിയിപ്പോൾ കുറേയും കൂടിയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ശ്രമിക്കാണ്ടിരിക്കരുത്, പുറകോട്ട് പോവുകയും ചെയ്യരുത് കേട്ടോ. പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ, അത് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഒന്നുകൂടെ ക്വസ്റ്റ്യൻ മക്കളൊന്ന് വായിച്ചേ. ഹൗ മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 176 ohm ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ? എത്ര 176 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യണം? അപ്പോഴേ അപ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ മനസ്സിൽ വരണം. എത്ര 176, ഹൗ മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 176 ohm ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ? എത്ര 176 ഓം റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യണം? അപ്പോൾ തന്നെ നമുക്കറിയാം, ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ എടുക്കുക, എത്രയാണോ കണക്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇല്ലേ? സ്മോൾ r ഡിവൈഡഡ് ബൈ n എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കുക. ഹൗ മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 176 ohm ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു ഗെറ്റ്
5 ആംപിയർ കറണ്ട് ഫ്രം 220 വോൾട്ട് സപ്ലൈ. 220 വോൾട്ട് സപ്ലൈക്കകത്തുനിന്ന് 5 ആംപിയർ കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര 176 റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് എത്ര റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യണം എന്നാ, എത്ര ആംപിയർ കറണ്ട് കിട്ടാനാ? 5 ആംപിയർ. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് കിട്ടേണ്ട കറണ്ട് ഇവിടെ എത്രയാണ് മക്കളെ? 5 ആംപിയർ ആണ്, 5 ആംപിയർ ആണ്. അപ്പോൾ നമുക്കറിയാം കറണ്ടിൻ്റെ ഇക്വേഷൻ I=V/R ആണ്. ഇവിടെ കറണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് 5 ആംപിയർ കറണ്ടാണ് ഇവർക്ക് കിട്ടേണ്ടത്. അപ്പോൾ I എന്നുള്ളത് 5 ആംപിയർ തന്നിട്ടുണ്ട്. 220 വോൾട്ട് സപ്ലൈക്കകത്തുനിന്നാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 220 വോൾട്ടും അവർ തന്നിട്ടുണ്ട്. പിന്നീട് പറയുന്നത് എന്താ, 176 റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ എത്ര എണ്ണം വേണം, എത്ര റെസിസ്റ്റേഴ്സ്, നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? അപ്പോൾ ഇവിടെ I 5 ആംപിയർ തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 220 വോൾട്ട് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് മക്കളെ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ സ്മോൾ ആർ, ഇവിടെ പാരലായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്മോൾ ആർ 176 ഓം എന്നൊക്കെ ഇട്ടത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ സ്റ്റെപ്പൊക്കെ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു ഇതിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ആവശ്യമില്ലാത്ത സ്റ്റെപ്പൊന്നും അല്ല എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് സ്റ്റെപ്പുകൾ ഇതാണ് എക്സാം ആൻസർ ഷീറ്റിൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ 176 ആണ്. നമുക്കറിയാം ഒരു റെസിസ്റ്റർ 176 ആണെങ്കിൽ പാരലായിട്ട് എത്ര എണ്ണം കണക്ട് ചെയ്താലും എഫക്റ്റീവ് റെസിസ്റ്റൻസ് 176/N അല്ലയോ മക്കളെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഒരു പ്രാവശ്യം ഇത് കേട്ട് മനസ്സിലാവാത്തവരെ പിന്തിരിയരുത്, ഒന്നുകൂടെ കേട്ടാൽ മതി, ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. 1, 2, 3 പ്രാവശ്യം നിങ്ങൾ കേൾക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് കറണ്ട് 5 ആംപിയർ ആണ്, 220 വോൾട്ട് തന്നിട്ടുണ്ട്, 176 റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യണം, എത്ര എണ്ണം കണക്ട് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എത്ര എണ്ണം കണക്ട് ചെയ്താലും എഫക്റ്റീവ് റെസിസ്റ്റൻസ് 176/N ആണ് കിട്ടുന്നത്, എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ N ആണ് സത്യത്തിൽ ഇവിടെ വേണ്ടത്. ഇവന്മാർ നമ്മളെ ഒന്ന് കൊനഷ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. I=V/R ആണ്. നമുക്കറിയാം I എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. ഇവിടെ വോൾട്ടേജ് 220 വോൾട്ടുമാണ്. മക്കളെ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രടാ? I=V/R ഇല്ലയോ? I തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, R നമുക്കറിയാം 176/N അല്ലയോ? കാരണം ഇവർ പറഞ്ഞിട്ടുണ്ട് 176 ഓം റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 176/N അല്ലയോ കണ്ട് പിടിക്കേണ്ടത്, അതല്ലയോ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതങ്ങ് ഇട്ട് കൊടുത്ത് നമുക്ക് എന്നാ വേണ്ട, എത്ര റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യണം എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് അല്ലയോ. അപ്പോൾ നമുക്ക് വേണ്ടതിനെ നമ്മുടെ ഇക്വേഷനോട്ട് കൊണ്ടുവരുക നമ്മൾ ചെയ്തേ. 5=220/176/N. മക്കളെ ഇവിടെ നോക്കിയാട്ടെ, ഞാൻ എന്തോന്ന് ഈ റെഡിങ്ങിനകത്ത് വട്ടമിട്ട് വെച്ചേക്കുന്നത്, അതൊരു ഫ്രാക്ഷൻ അല്ലയോടാ, ഒരു ഭിന്നസംഖ്യ അല്ലയോ. അപ്പോൾ ഈ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു ഭിന്നസംഖ്യ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തുവാ റെസിപ്രോക്കൽ? 176/N റെസിപ്രോക്കൽ എന്താ, നമുക്ക് തിരിച്ചിടുക. 176/N റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ N/176. ഞാൻ പറഞ്ഞത് എന്തുവാ, ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോൾ I=V/R നമ്മളെല്ലാം ഇട്ട് കൊടുത്ത് വെച്ചേക്കുവാണേ. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. 5=220 അതുപോലെ തന്നെ എഴുതി, താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ടേ N/176 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു, അതായത് 220 ഇൻറ്റു N/176 എന്ന് വന്നു. നമുക്ക് എന്നാ മക്കളെ കണ്ടുപിടിക്കേണ്ടത്, ഒരു ഇക്വേഷനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതിനെ എപ്പോഴും ഒരു സൈഡിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, എന്നിട്ട് ബാക്കിയുള്ളതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി കേട്ടോ. ആരും പിന്തിരിയരുത്, മുഴുവനും കേൾക്കണം, മനസ്സിലാക്കണം. 5=220 ഇൻറ്റു N/176 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N ആണ്, അതായത് എത്ര റെസിസ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ N-നെ അവിടെ ഇടാൻ വേണം. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തേ, ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കി എന്ന് വെച്ചേ. ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 176നെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുക ആണേ. ബൈ 176നെ ഞാൻ എന്ത് ചെയ്യുക, LHSലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 176 എന്നാവും. ദാറ്റ് മീൻസ് 5 × 176 ഈസ് ഈക്വൽ ടു 220 ഇൻറ്റു N എന്ന് വരും. മക്കളെ നമുക്ക് N അല്ലേ വേണ്ടേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടതിനെ ഒരിടത്ത് കൊണ്ടുവരിക, അവൻ്റെ കൂടുള്ളവനെ അപ്പുറത്ത് കൊണ്ടുപോയി വിപരീത ക്രിയ ചെയ്യുക. ഇപ്പോൾ ഇവിടെ N-ൻ്റെ കൂടുള്ളത് ഇൻറ്റു 220 ഇല്ലേ മക്കളെ, അത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ദാറ്റ് മീൻസ് N ഈസ് ഈക്വൽ ടു 5 × 176 ഡിവൈഡഡ്, ഇവിടെ കിടക്കുന്നവനെ അപ്പുറത്ത് കൊണ്ടുപോവുക, 220 അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 5 × 176 ഡിവൈഡഡ് ബൈ 220 എന്നാണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ
ന്യൂമറേറ്ററി 5 ഉണ്ട്, താഴെ 220 ഉണ്ട്. അപ്പോൾ രണ്ടും 5ൻ്റെ മൾട്ടിപ്പിളാണ്. കാരണം വൺസിൻ്റെ പ്ലേസിൽ 0 വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതെന്താണ് 5ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരും. അപ്പോൾ 5നെയും 220യും കൂടെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. 5 1s are 5 ആണ്. 22വിനകത്ത് 5 4 ടൈംസ് ആണ്. 22വിനകത്ത് 5 4 ടൈംസ്, 5 4s are 20, പിന്നെ ഒരു 2 അധികം വരും. ആ 2ഉം തൊട്ടപ്പുറത്ത് 0 കൊടുക്കുമ്പോൾ 20, ആ 20കകത്തും 5 4 ടൈംസ്, അങ്ങനെയാണ് 44 കിട്ടുന്നത്. ഇനി ഇത് മനസ്സിലാവാത്തവർ 220നെ 5 കൊണ്ട് ഹരിക്കാനേ പറ്റും കേട്ടോ. അപ്പോൾ 5നെയും 220യും കൂടെ ക്യാൻസൽ ചെയ്ത് താഴെ എനിക്ക് 44 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 176 ഡിവൈഡഡ് ബൈ 44 എന്നില്ലയോ മക്കളെ വരുന്നത്? അതെ, ഞാൻ ഇപ്പുറത്തോട്ട് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് 176 ഡിവൈഡഡ് ബൈ 44. അപ്പോൾ അടുത്തത് 40. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം ഹോളിൽ ഇതൊക്കെ ഇരുന്ന് ഗുണിച്ച് ഹരിച്ച് വെട്ടി കുറച്ചൊക്കെ ഇരുന്ന് സമയം വെറുതെ കളയും കുറേ കുട്ടികൾ. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്നൊക്കെ ആദ്യം ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു റിവിഷനും മോഡൽ എക്സാമും കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യാൻ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാവും. അപ്പോൾ ഇപ്പോഴേ അതൊക്കെ നിങ്ങളങ്ങ് റെക്ടിഫൈ ചെയ്ത് പോവാം. ഇനി ആവശ്യം പോലെ സമയമുണ്ട്, ഒന്നിനും ധൃതി വെക്കേണ്ട കാര്യമില്ല, എല്ലാം ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 176 ഡിവൈഡഡ് ബൈ 44 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് 44നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 176 കിട്ടുന്നതെന്ന് നോക്കണം ഇല്ലേ? അപ്പോൾ എങ്ങനെ മക്കളെ? അതെന്താണ് ഇവിടോട്ട് നോക്കിയാട്ടെ. 44 ഇൻറ്റു ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 176 കിട്ടും. നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആൻസറിൽ വരുന്നത് കേട്ടോ. 4ൻ്റെ ടേബിൾ ചെല്ലി നോക്കുക. അപ്പം നിങ്ങൾക്ക് ചെല്ലുമ്പോൾ തന്നെ അറിയാം 4 4s ആണ് 16. അപ്പോൾ 1സിൻ്റെ പ്ലേസിൽ 6 കിട്ടണമെങ്കിൽ 44നെ 4 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ, ചിലപ്പം കിട്ടിയാലോ. അപ്പോൾ 44നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് അത് തന്നെ ചെയ്ത് നോക്കുക, അതിലോട്ടൊക്കെ എത്തിപ്പെടുക. അപ്പോൾ 176 നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ദാറ്റ് മീൻസ് 176 ഡിവൈഡഡ് ബൈ 44 ആൻസർ എത്രയാണ്? 4. അത് തന്നെയാണ് നമ്മുടെ ആൻസർ അല്ലേ? നമ്മളോട് ചോദിച്ചത് നമ്മന്മാർ എന്തോന്നാ? 176 റെസിസ്റ്റൻസ് ഉള്ള എത്ര റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്താലാണ് 5 ആംപിയർ കറണ്ട് നമുക്ക് 220 വോൾട്ട് സപ്ലൈയിൽ നിന്ന് കിട്ടുന്നതെന്നല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 176 ഓം. എത്ര റെസിസ്റ്റർ വേണം? 4 റെസിസ്റ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ 220 വോൾട്ട് സപ്ലൈക്കകത്ത് നമുക്ക് 5 ആംപിയർ കറണ്ട് കിട്ടും. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കുക. അറിയാവുന്നവരോട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ക്ലാസ് ഉണ്ട് ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളാണ് ആവശ്യക്കാർ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഡേറ്റാസ് ഫ്രണ്ട്സിനോടോ അറിയാവുന്നവരോടോ ചോദിച്ച് മനസ്സിലാക്കുക. അറിയാൻ വയ്യാത്തത് ചോദിക്കുന്നത് ഒരിക്കലും ഒരു നാണക്കേടായിട്ട് വിചാരിക്കരുത്, അത് അഭിമാനമാണ്. മനസ്സിലായോ? നമ്മൾ ഇപ്പം ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന് പഠിക്കാനൊക്കെ ശ്രമിക്കണം, ഒരു സമയം കണ്ടെത്തണം. പിന്നെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് എല്ലാവർക്കും അറിയാം. ദയവേത് ആരും വെള്ളക്കെട്ടിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടോ ഒന്നും പോവരുത്. കുട്ടികളിങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണാം, വെള്ളം ഒഴുകി വരുമ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നതും എടുക്കുന്നതും, അങ്ങനെയൊന്നും പോവരുത് മക്കളെ. അപകടം എപ്പോഴാണ് സംഭവിക്കുന്നതൊന്നും അറിയില്ല. നിങ്ങളതുകൊണ്ട് അച്ഛൻ്റെയോ അമ്മയുടെയോ സംരക്ഷണയിൽ അവരുടെ പ്രസൻസിൽ മാത്രം എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ് എങ്കിൽ അവർ വരുന്നത് വരെ നിങ്ങൾ അവരെ ഓർത്ത് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ സേഫായിട്ട് ഉള്ള സ്ഥലങ്ങളിൽ ഇരിക്കുക കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. ആ സമയത്ത് വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ളവരുമായിട്ട് സ്പെൻഡ് ചെയ്യുക. ആവശ്യമില്ലാത്ത അപകടകരമായിട്ടുള്ള സിറ്റുവേഷനിലൊന്നും നിങ്ങൾ പോവരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ ആദ്യം വീഡിയോ കണ്ടു തുടങ്ങിയവർ എത്ര പേര് വീഡിയോയുടെ അവസാനം വരെ വന്നെന്നുള്ളത് എനിക്കറിയത്തില്ല. അത് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർ ദയവേത് ഒന്ന് കമൻറ്റിൽ എന്നെ അറിയിക്കുക എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ എന്താണ് ഒരു സന്തോഷമാണ് തീർച്ചയായിട്ടും. അപ്പോൾ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.